ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എല്ലാ കാറ്റഗറിയിലുമുള്ളവർക്ക് കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 ആൻഡ് 4 അല്ലേ, അതായത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 4 കാറ്റഗറികളാണ് ഉള്ളത്. 1, 2, 3, 4. ഇവ ഓരോരുത്തർക്കുമുള്ള സിലബസിനെ കുറിച്ചാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി 1 എക്സാം നടക്കുന്ന ടൈം എന്ന് പറയുന്നത് രാവിലത്തെ ടൈമിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേട്ടറ്റ് 2 ദിവസങ്ങളിലായിട്ടായിരിക്കും നടക്കുക. ആദ്യത്തെ ദിവസം 1ഉം 2ഉം കാറ്റഗറിയും, രണ്ടാമത്തെ ദിവസം 3ഉം 4ഉം കാറ്റഗറി ആയിരിക്കും എക്സാം നടക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ കാറ്റഗറി 1 ആണ് മോർണിംഗിൽ നടക്കുന്നത്. അതായത് 10 to 12:30 ആയിരിക്കും, 2.5 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കോഴ്സോ അത് കൂടാതെ തന്നെ TTC അല്ലെങ്കിൽ DLEDോ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേട്ടറ്റ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 വേണം, അതേപോലെ തന്നെ TTC അല്ലെങ്കിൽ DLED വേണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് PSCയിൽ LPSAക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ സിലബസുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി, സെക്കൻഡ് 1 മലയാളം, തേർഡ് 1 ഇംഗ്ലീഷ്, ഫോർത്ത് 1 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്, ലാസ്റ്റ് 1 മാത്തമാറ്റിക്സ്. ഇവ 5 സബ്ജക്റ്റുകളാണ് കേട്ടറ്റ് കാറ്റഗറി 1 വരുന്നത്. അത് എല്ലാത്തിനും 30 മാർക്ക് വീതമാണ് വരുന്നത്. ടോട്ടൽ 150 മാർക്കിനാണ് എക്സാം നടക്കുക എന്നുള്ളതാണ്. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ടോട്ടൽ 150 മാർക്കാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ കാറ്റഗറി 2ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. 2 മണി മുതൽ 4:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 2.5 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. ആ 2.5 മണിക്കൂർ കൊണ്ടാണ് 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ എത്ര ടൈമുകൾ അതിന് അലോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാൻ കൂടി ശ്രമിക്കുക. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം എക്സാം ഹോളിലേക്ക് പോകേണ്ടത്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2ലാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഡിഗ്രിയും അതോടൊപ്പം തന്നെ TTC ഉള്ളവർക്കോ അല്ലെങ്കിൽ B.Ed ഉള്ളവർക്കോ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിഗ്രി മിനിമമാണ്. മറ്റേത് ടെറ്റ് 1നാണെങ്കിൽ +2 മതി, +2 + TTC അല്ലെങ്കിൽ DLED മതി. ഇവിടെ കേട്ടറ്റ് കാറ്റഗറി 2 ആണെങ്കിൽ ഡിഗ്രി + TTC ഓർ DLED ഓർ B.Ed, അത് മൂന്നിലേതും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ 3 ഉള്ളവർക്കും ചെയ്യാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞ് TTC കഴിഞ്ഞ് അല്ലെങ്കിൽ DLED കഴിഞ്ഞ് അതും അല്ലെങ്കിൽ B.Ed കഴിഞ്ഞവർക്ക് ടെറ്റ് 2 എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ടൈമും അതിൻ്റെ ഡ്യൂറേഷനും നോക്കുക. അതിൻ്റെ സിലബസ് വരുന്നത് അതും ഇതേപോലെ തന്നെ 150 മാർക്കിന് തന്നെയാണ് വരുന്നത്. അവിടെയും 5 സബ്ജക്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി 1, രണ്ടാമത്തെ മലയാളം ഓർ ഇംഗ്ലീഷ് എന്നുള്ളതാണ്, മൂന്നാമത്തെ മലയാളം ഓർ ഇംഗ്ലീഷ് എന്ന് തന്നെയാണ്. അതായത് നമുക്ക് രണ്ടാമത്തെ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം മൂന്നാമത് ചൂസ് ചെയ്യേണ്ടത്. അതായത് മലയാളം ഫസ്റ്റിൽ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കണം സെക്കൻഡ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫസ്റ്റിൽ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തെങ്കിൽ സെക്കൻഡിൽ മലയാളം ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ 4ഉം 5ഉം സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സും പിന്നെ സോഷ്യൽ സയൻസുമാണ്. ടോട്ടൽ 150 മാർക്കിനാണ് എന്ത് വരുന്നത് ഇവിടെയും വരുന്നത്. ദെൻ കാറ്റഗറി 3 ആണ്. നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ ദിവസമായിരിക്കും കാറ്റഗറി 3 ഉണ്ടാവുക. അതും രാവിലത്തെ സെഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി + B.Ed ആണ്. B.Ed നിർബന്ധമാണ്, ഡിഗ്രിയും ആണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ PG + B.Ed കിട്ടുന്നവരൊക്കെ ഉണ്ട്. അതായത് കൊമേഴ്സിലുള്ളവർ അതല്ലെങ്കിൽ ഹോം സയൻസിലുള്ളവർ, ഇവർക്കൊക്കെ PG വെച്ചിട്ടായിരിക്കും B.Ed ക്വാളിഫൈ ചെയ്യുക. അത്തരത്തിലുള്ളവർക്കും ടെറ്റ് 3 എഴുതാൻ പറ്റും. കൊമേഴ്സിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ടെറ്റ് 3 സോഷ്യൽ സയൻസിലൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് PSCൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നോക്കുക വഴി ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ എക്സാം ഡ്യൂറേഷനും ടൈമും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് പാർട്ട് 1 വരുന്നത് അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ആൻഡ് ലേണിംഗ് ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ മലയാളം ഓർ ഇംഗ്ലീഷ്, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി.
ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പെഷ്യൽ സബ്ജക്റ്റാണ്. ടെറ്റ് 3 എന്ന് പറയുന്നത് നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ് ബി എഡ് എടുത്തെങ്കിൽ മാത്തമാറ്റിക്സ് ആയിരിക്കും പാർട്ട് 3 വരിക. അത് സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിരിക്കും. അത് 80 മാർക്സിനുണ്ടാവും. അതിൽ 30 മാർക്സ് നിങ്ങൾ പെഡഗോഗിക്കൽ ഏരിയ മാത്രമായിരിക്കും ചോദിക്കുക. 50 മാർക്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള നിങ്ങളെ കണ്ടന്റ് ബേസിലുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. മാത്തമാറ്റിക്സിൻ്റെ കണ്ടന്റ് ആയിരിക്കും 50 മാർക്സിന് ചോദിക്കുക. 30 മാർക്സും പെഡഗോഗിക്കൽ ഏരിയ ആയിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആയിരിക്കും പാർട്ട് 3 വരിക. അതാണ് ടെറ്റ് 3 കാര്യം പറയുന്നത്. ദെൻ ടെറ്റ് 4 ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആയിരിക്കും, എക്സാം ആയിരിക്കും ഉണ്ടാവുക. ടെറ്റ് 4-ന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറബിക്, ഉറുദു, സംസ്കൃതം, മലയാളം, വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്, ടെറ്റ് 4-ൽ വരുന്നത്. അത് സ്പെഷ്യൽ ഏരിയ ആണ്. പിന്നെ മലയാളം അതിൽ ഉൾപ്പെടുന്നില്ല. മലയാളം പിന്നെ ഏത് ടെറ്റ് 3-ലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. മറ്റ് സബ്ജക്റ്റുകളെല്ലാം ടെറ്റ് 4-ൽ എഴുതുന്നതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ, അതായത് ഇതുകളിൽ ഡിപ്ലോമ നേടുക എന്നുള്ളതാണ്. അതിൽ ബി എഡ് ഉണ്ടെങ്കിൽ അഭികാമ്യമാണ്. ബി എഡ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തൊക്കെ പിന്നെ റിക്രൂട്ട്മെൻറ്റിലൊക്കെ സാധ്യത വരുന്നത്. അപ്പോൾ ബി എഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, നിയമപരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബി എഡ് ക്വാളിഫൈ ചെയ്തവരെ ആയിരിക്കും എന്നുള്ളതാണ്. അതും ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമാണ്. 2.5 മണിക്കൂർ വീതം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പാർട്ട് 1 എക്സാം ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. അതായത് 150 മാർക്കിനാണ് നമുക്ക് എക്സാം നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. പാർട്ട് 1-ൽ എന്താണ് വരുന്നത്, പാർട്ട് 2-ൽ എന്താണ് വരുന്നത്, പാർട്ട് 3-ൽ എന്താണ് വരുന്നത്. അപ്പോൾ അതായത് ടെറ്റ് 1-കാർക്കാണെങ്കിൽ ടെറ്റ് 1-കാരെ LP സ്കൂൾ ടീച്ചറായിട്ടാണ് പോകാൻ പറ്റുന്നത്. ടെറ്റ് 1-കാർക്ക് പാർട്ട് 1-ൽ 3 സബ്ജക്റ്റുകൾ ആണ് പാർട്ട് 1-ൽ വരുന്നത്. സൈക്കോളജി ആൻഡ് പെഡഗോഗി, മാത്തമാറ്റിക്സ്, EVS എന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ട് 1-ൽ 3 സബ്ജക്റ്റുകൾ 90 മാർക്കിനായിരിക്കും അവിടെ ഉണ്ടാവുക. അതേപോലെ തന്നെ പാർട്ട് 1-ൽ ടെറ്റ് 2-കാരുടെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ UP സ്കൂൾ ടീച്ചറായിട്ടായിരിക്കും അവർ പോവുക. അവർക്കാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും ജനറൽ സയൻസും, അതല്ല എങ്കിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്കാണെങ്കിൽ SS തന്നെയായിരിക്കും വരിക. അതായത് സൈക്കോളജി ആൻഡ് പെഡഗോഗി ഒരു സബ്ജക്റ്റാണ്. പിന്നെ അവിടെ ടെറ്റ് 2-ൽ 2 ഡിവിഷൻ വരുന്നുണ്ട്. ഒന്ന് സയൻസ് മേഖലയും വരുന്നുണ്ട്, മറ്റൊന്ന് സോഷ്യൽ സയൻസ് മേഖലയും വരുന്നുണ്ട്. സയൻസ് മേഖലയിലാണ് ഉള്ളതെങ്കിൽ അവർക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ജനറൽ സയൻസ് ആയിരിക്കും 60 മാർക്കിന് വരിക. സോഷ്യൽ സയൻസിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ടോട്ടൽ 60 മാർക്കിന് തന്നെയാണ് സോഷ്യൽ സയൻസിൽ വരിക. 60 മാർക്കാണ് സോഷ്യൽ സയൻസിൽ വരുന്നത്. ദെൻ പാർട്ട് 1-ൽ 3-കാരുടെ കാര്യമാണെങ്കിൽ പാർട്ട് 1-ൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി തന്നെയാണ്. അത് 40 മാർക്സാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും സൈക്കോളജി ആൻഡ് പെഡഗോഗി 30 മാർക്കിനാണ് വരുന്നത്. എന്നാൽ കാറ്റഗറി 3-ലുള്ളവർക്കാണെങ്കിൽ 40 മാർക്കിനാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ പാർട്ട് 1-ൽ തന്നെ കാറ്റഗറി 4-ലുള്ളവരാണെങ്കിൽ 30 മാർക്സാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗി. അപ്പോൾ പാർട്ട് 1-ൻ്റെ കാര്യമാണ് ടെറ്റ് 1, ടെറ്റ് 2, ടെറ്റ് 3, ടെറ്റ് 4-ൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ടെറ്റ് 1-ലാണെങ്കിൽ 90 മാർക്സ് ഉണ്ടാവും, ടെറ്റ് 2-ലാണെങ്കിലും 90 മാർക്സ് ഉണ്ടാവും പാർട്ട് 1-ൽ. ടെറ്റ് 3-ലാണെങ്കിൽ 40 മാർക്സാണ് വരുന്നത് പാർട്ട് 1. ടെറ്റ് 4 ആണെങ്കിൽ 30 മാർക്സാണ്. അതിൽ ഓരോ സബ്ജക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് പാർട്ട് 2-ഉം പാർട്ട് 3-യും വരിക വഴി നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ടെറ്റ് 1-ൻ്റെ ആൾക്കാരെ കുറിച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാർട്ട് 2 എന്ന് പറയുന്നത് മലയാളം തന്നെ ചൂസ് ചെയ്യണം. പാർട്ട് 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യണം ടെറ്റ് 1-ൻ്റെ ആൾക്കാരാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ. ദെൻ ടെറ്റ് 2-യുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക പാർട്ട് 2-ൽ, പാർട്ട് 3-ൽ അടുത്ത് മലയാളം ചൂസ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റും. ദെൻ ടെറ്റ് 3-യുടെ കാര്യമാണെങ്കിൽ പാർട്ട് 2-ലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, മലയാളം ഓർ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് 30 മാർക്സാണ്. പാർട്ട് 3-ലാണ് നിങ്ങൾ സ്പെഷ്യൽ സബ്ജക്റ്റ് വരുന്നത്. 80 മാർക്സിനാണ് സ്പെഷ്യൽ സബ്ജക്റ്റ് വരുന്നത്. അതിൽ 30 മാർക്സ് പെഡഗോഗിക്കൽ ഏരിയ ആണ്, 50 മാർക്സ് കണ്ടൻറ് ഏരിയ ആണ്. ദെൻ അതേപോലെ തന്നെ പാർട്ട് 4-ൻ്റെ കാര്യമാണെങ്കിൽ, ടെറ്റ് 4-കാരുടെ കാര്യമാണെങ്കിൽ പാർട്ട് 2-ൽ മലയാളം ഓർ ഇംഗ്ലീഷ് തന്നെയാണ്. അത് 40 മാർക്സിനുണ്ട്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ പാർട്ട് 2-ൽ ഇംഗ്ലീഷ്, മലയാളം 1, 2, 3 ടെറ്റുകാർക്ക്
30 മാർക്ക് വീതമാണ്. എന്നാൽ നാലാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് ടെറ്റ് 4കാർക്ക് 40 മാർക്കിനാണ് ഇംഗ്ലീഷ് ഓർ മലയാളം എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ സബ്ജക്റ്റുകളാണ്. ഉറുദു ആണോ, ഹിന്ദി ആണോ, സംസ്കൃതമാണോ, ഇനി അല്ലെങ്കിൽ ഡ്രോയിങ് ആണോ, അങ്ങനെ ഏതാണോ നിങ്ങളുടെ സ്പെഷ്യൽ ഏരിയ, ആ സ്പെഷ്യൽ ഏരിയ ആയിരിക്കും അവിടെ വരിക എന്നുള്ളതാണ്. അതും 80 മാർക്കാണ്. 80 മാർക്കിൽ നിങ്ങളുടെ കണ്ടൻറ്റിൽ നിന്നും 50 മാർക്കാണ് ചോദിക്കുക. പെഡഗോഗിക്കൽ ഏരിയയിൽ നിന്നും 30 മാർക്കുമാണ് ചോദിക്കുക. അങ്ങനെ ടോട്ടൽ 150 മാർക്കിനായിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 150 മാർക്കായിരിക്കും ഉണ്ടാവുക. അതിൽ പാസ്സാവാനുള്ള ജനറൽ കുട്ടികൾക്ക് പാസ്സാവാൻ 90 മാർക്സും OBC കാറ്റഗറിയിലുള്ളവർക്ക് 82 മാർക്സുമാണ് പാസ്സാകാൻ വേണ്ടിയത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ പിന്നെ കേട്ടറ്റ് 1കാർക്കാണെങ്കിൽ എന്തൊക്കെ വരുന്നു, ടെറ്റ് 2കാർക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ടെറ്റ് 3കാർക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ടെറ്റ് 4കാർക്ക് ഏതൊക്കെ സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യമേ തന്നെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി നിങ്ങൾ തലയിൽ മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്ലാനിങ് തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പ്ലാനിങ് നിങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം തികയായിക വരും, പാസ്സാവാൻ സാധ്യത കുറയും. അങ്ങനത്തെ കാര്യങ്ങളാണ് അത്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങളുടെ പ്ലാനിങ്, ടൈം മാനേജ്മെൻറ്റും അതേപോലെ തന്നെ സബ്ജക്റ്റ് പ്ലാനിങ്ങും, സബ്ജക്റ്റിന് ഓരോരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോരോ പാർട്ടിനും എത്ര സമയം നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ പ്ലാനിങ് കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കേട്ടറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമേ തന്നെ ഈ സിലബസിൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഡെപ്ത്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ടഫ്, അതേപോലെ തന്നെ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഒരു അനാലിസിസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും 150 മാർക്കിൽ ടോട്ടൽ ഒരു 70%ഓളവും നിങ്ങളുടെ സിലബസിൻ്റെ ഔട്ട്ലൈൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 70%ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 70%ഓളം ഉണ്ടായിരിക്കുക. പക്ഷേ അത് ഈ ഓവറോൾ ആയിട്ടുള്ള സിലബസ് നിങ്ങൾ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ ബേസിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടാവുന്നതിനേക്കാൾ വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവുകയാണെങ്കിൽ 70% ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 70% ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 മാർക്കും 105 ക്വസ്റ്റ്യൻസ് 105 മാർക്കും ഔട്ട്ലൈൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പിന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ ഒരു 30 ഔട്ട് ഓഫ് 150ൽ 150 ക്വസ്റ്റ്യൻസിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 150 മാർക്കിൽ ഒരു 30 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് വരിക. ബാലൻസ് വരുന്ന ഒരു 50 മാർക്സ് അല്ലെങ്കിൽ ഒരു 10% ആയിരിക്കും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേട്ടറ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. LPSA, UPSA, HSA, HSST ഒന്നുമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേട്ടറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേട്ടറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഇത്രയും കാലങ്ങളായിട്ട് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് അനലൈസ് ചെയ്യുക വഴി മനസ്സിലാക്കാൻ കഴിയുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് പാസ്സായി വരാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബേസിക് അനാലിസിസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു 70% ഔട്ട്ലൈൻ ബേസിലുള്ള കാര്യമാണ്. അതായത് സിലബസ് മൊത്തം കവർ ചെയ്തിരിക്കണം. ആഴത്തിൽ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഔട്ട്ലൈൻ ബേസിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ തിയറീസ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ തിയറീസിൽ ലേണിംഗ് തിയറീസ് ഉണ്ട്, പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ട്, ഇൻ്റലിജൻസ് തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള തിയറികളുണ്ട്. ആ തിയറികൾ ഏതൊക്കെയാണ് തിയറികളെന്നും ആ തിയറികളുടെ പ്രൊപ്പണൻറ്റ്സ് ആരാണ് അല്ലെങ്കിൽ വക്താക്കൾ ആരാണെന്നും അതേപോലെ തന്നെ ആ തിയറി എന്താണെന്നും മിനിമം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 70% 105 മാർക്കിൽ ഒരു അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്ലൈൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ തിയറിയിൽ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള തിയറികൾ എടുക്കണം. ഉദാഹരണത്തിന് ജീൻ പിയാഷെയുടെ തിയറികൾ അല്ലെങ്കിൽ ബ്രൂണറുടെ തിയറി അതല്ലെങ്കിൽ ലീവ് വൈഗോട്സ്കിയുടെ തിയറി, ഇങ്ങനത്തെ തിയറികൾ എടുത്തുകൊണ്ട് അത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ കാരണം എന്താണ്, അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക വഴിയാണ് അത് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സിലബസ് എന്തായാലും കവർ ചെയ്യുക. അതൊരു 70% ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് അത് ഇൻഡെപ്തായി പഠിക്കുന്നതിന് പകരം ഔട്ട്ലൈൻ ബേസിൽ പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന
ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതായത് ബ്രൂണറുടെ അല്ലെങ്കിൽ പിയാഷയുടെ ആ തിയറി നന്നായിട്ട് പഠിച്ചു വെക്കുക. അല്ലാണ്ട് മറ്റുള്ള എല്ലാ തിയറിയും നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഡെസ്പ് ആവുകയും ചെയ്യും. ഇത്രത്തോളം പഠിക്കാനുണ്ടെന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ പറഞ്ഞതിൻ്റെ കാതലായിട്ടുള്ള വശം 70% നമുക്ക് ഔട്ട്ലൈൻ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 മാർക്കും നിങ്ങൾക്ക് ഔട്ട്ലൈൻ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ വരുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. മൂന്നാമത് ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നെങ്കിൽ നന്നായിട്ട് പഠിക്കുക, അതല്ലെങ്കിൽ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു 90% നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് വ്യക്തമായ ഓറിയൻറ്റേഷൻ തരുന്നതായിരിക്കും, വ്യക്തമായ സിലബസ് തരുന്നതായിരിക്കും, വ്യക്തമായ ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുന്ന മെറ്റീരിയൽസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽസുകളുമായിരിക്കും നിങ്ങൾക്ക് തരിക. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുക. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.